ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2026 റിലീസായ സ്റ്റിൽ ഷൈനിങ് എന്ന റൊമാൻറ്റിക് കൊറിയൻ ഡ്രാമയിലെ എപ്പിസോഡ് 3 മുന്നേയുള്ള എപ്പിസോഡുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ജെയിംസിന്റെ കെയർ ഓഫിൽ യൂൺ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ജോലിക്കായി എത്തുന്നതാണ്. സ്റ്റാഫ് അവിടുത്തെ റോളുകളും രീതികളും എല്ലാം അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നു. തിരിച്ച് ടയേർഡായി എത്തുന്ന അവൾ ഗസ്റ്റിനെയും കൊണ്ട് അവളുടെ വീട്ടിൽ വന്ന ജെയിംസിനെ കാണുന്നു. അവൻ ജോലി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാൽ നല്ല രസമുണ്ടായിരുന്നു എന്ന് അവൾ പറയുന്നു. സമ്മർ ഇന്റേൺഷിപ്പ് ചെയ്ത് ഇന്ത്യൻ ആയാൽ നിനക്ക് ഹോട്ടലിൽ തന്നെ താമസിക്കാമെന്ന് ജെയിംസ് പറയുന്നത് കേട്ട് പിന്നീട് ഇക്കാര്യം യൂൺ തേസോയോട് പറയുന്നതായാണ് കാണിക്കുന്നത്. നീ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇല്ല എന്ന മറുപടി കേട്ട് അവൻ നിനക്ക് നല്ലവണ്ണം ഇംഗ്ലീഷ് സംസാരിക്കാനും ആൾക്കാരെ ട്രീറ്റ് ചെയ്യാനും അതുപോലെ വരയ്ക്കാനും കഴിവുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നിനക്ക് അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ കിട്ടുമെന്ന് അവളോട് പറയുമ്പോൾ ഡ്രോയിങ് യൂസ്ഫുൾ ആകുമോ എന്ന് അറിയില്ല, എങ്കിലും ഞാൻ നല്ലവണ്ണം ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ എനിക്ക് കിട്ടുമായിരിക്കുമെന്ന് അവൾ പറയുന്നു. ഞാനിപ്പോൾ വീക്കെൻഡിൽ മാത്രമേ അവിടെ ജോലി ചെയ്യുന്നുള്ളൂ, പതിയെ പതിയെ വീക്ക് ഡേയ്സിലും ജോലി ചെയ്യാൻ തുടങ്ങുമെന്നവൾ പറയുമ്പോൾ പക്ഷേ എനിക്ക് വീക്കെൻഡിൽ മാത്രമേ നിന്നെ കാണാൻ കഴിയുള്ളൂ എന്നവൻ നിരാശയോടുകൂടി അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ കാണാനായി ദിവസങ്ങൾ പ്ലാൻ ചെയ്യുന്നു. പിന്നീട് യൂണിനെ തേസോ ബസ് കയറ്റി വിടുന്നു. അടുത്ത ശനിയാഴ്ച നമുക്ക് കാണാം, നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടുന്നതിൽ എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞ് അവൻ അവളെ യാത്ര അയക്കുന്നു. പിന്നീട് യൂൺ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നതും വീട്ടിലെത്തുമ്പോൾ ജെയിംസ് അന്ന് പറഞ്ഞ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ കാര്യം പറയാനായി കാത്തു നിൽക്കുന്നതും കാണിക്കുന്നു. അവൾ ക്ഷീണം കാരണം അവനോടൊരു ഹായ് പറഞ്ഞ് പെട്ടെന്ന് റൂമിൽ പോയി കിടക്കുന്നു. പറഞ്ഞതുപോലെ ശനിയാഴ്ച രാത്രി അവൻ ഗ്രാമത്തിലേക്ക് വരുന്നു. വന്ന പാടെ നേരെ പോകുന്നത് യൂണിന്റെ വീട്ടിലേക്കാണ്. ഗസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ കൂടെ വന്ന ജെയിംസ് കടയിൽ നിന്ന് എന്തോ വാങ്ങി പുറത്തിറങ്ങുമ്പോൾ തേസോ യൂണിനൊപ്പം വീടിന് പുറകുവശത്തു കൂടി ആരും കാണാതെ അകത്തേക്ക് കയറുന്നത് അവൻ ശ്രദ്ധിക്കുന്നു. ഗസ്റ്റിനെ പരിപാലിക്കുന്ന അച്ഛന്റെ ഗേൾഫ്രണ്ട് സോഹ്യുൻ അങ്ങോട്ട് വന്ന് ജെയിംസിനോട് ഈ ഫുഡൊന്ന് യൂണിന് കൊടുക്കാൻ പറയുമ്പോൾ അവൻ അവളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞ് ചെറിയൊരു ദേഷ്യത്തിൽ ഗസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ഫുഡുമായി സോഹ്യുൻ അവളുടെ റൂമിന്റെ അടുത്തെത്തുമ്പോൾ അകത്ത് റൂമിൽ നിന്ന് 2 പേരുടെ ശബ്ദം കേൾക്കുന്നു. ആരോ അതിനുള്ളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി അവർ റൂമിൽ ഒരുപാട് നേരം തട്ടുമ്പോൾ യൂൺ വന്ന് വാതിൽ തുറക്കുന്നു. കൂടെ തേസോയും ഉണ്ട്. പിന്നെ അവർ 3 കൂടി ഇരുന്ന് സംസാരിക്കുന്നു. തേസോ ഞങ്ങൾ സ്കൂൾ മുതലേ പ്രണയത്തിലാണ്, വീട്ടുകാരോട് പറഞ്ഞ് അവരെ ടെൻഷൻ ആക്കണ്ട എന്ന് കരുതിയാണ് ഇത്രയും നാൾ പറയാതിരുന്നത്, ഇപ്പോൾ ഞങ്ങൾ ഓക്കെ ആണെന്ന് പറയുമ്പോൾ സോഹ്യുൻ അതെല്ലാം മൂളിക്കേൾക്കുന്നു. ശരിയാണ്, ഇതൊരു കുഗ്രാമമാണ്, ഇവിടെയുള്ളവർ പരദൂഷണം ഉണ്ടാക്കും, അതുകൊണ്ട് ഇതൊന്നും പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അവൾ പറയുമ്പോൾ അവരുടെ ഇഷ്ടക്കേടുള്ള യൂൺ നിങ്ങൾ ഒരുപാട് എന്റെ അമ്മയാകണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവർ 2 കൂടി നടന്ന് ഒരിടത്ത് വന്നിരിക്കുന്നു. താൻ കൺഫ്യൂഷനിലാണെന്നും അച്ഛൻ അവരെ കല്യാണം കഴിക്കാൻ പോവുകയാണ്, അവർ എങ്ങനെയുള്ള സ്ത്രീയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്നും അവരൊരു സ്കാമർ ആണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, പക്ഷെ മറ്റു ചിലപ്പോൾ അവർ അച്ഛനോടൊപ്പം ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അവർ നല്ല സ്ത്രീയാണെന്നും തോന്നും. ഞാൻ മൊത്തത്തിൽ കൺഫ്യൂഷനിലാണ്, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത പോലെയാണ്, സോ എനിക്ക് വീട്ടിൽ നിന്നും ഉടനെ മാറണമെന്ന് പറഞ്ഞ് തേസോയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഞാൻ എപ്പോഴും നിന്നോട് പരാതിയും പരിഭവങ്ങളും മാത്രമാണല്ലേ പറയുന്നത്, എനിക്ക് നിന്നോട് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയും ഹാപ്പിയായ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയണമെന്നുണ്ടെങ്കിലും മനസ്സറിയാതെ ഇതിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തേസോ നിനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതപ്പോൾ തന്നെ എന്നോട് പറയണമെന്നും എന്നെ നോക്കിയാൽ നീ നിന്റെ വേദനകൾ മറക്കാറുണ്ടെന്നല്ലേ പറയാറ്, നീ എന്നെ നോക്ക് എന്ന് പറഞ്ഞ് അവർ തമ്മിൽ നോക്കുന്നു. യൂൺ ജോലിക്കിടയിലും തേസോ ഫ്രീ ആകുമ്പോഴും പരസ്പരം മെസ്സേജ് അയച്ചു. ഫ്രീ ആകുന്ന സമയം നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നു. നമുക്ക് ഈ വരുന്ന ബുധനാഴ്ച കണ്ടാലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ എനിക്കന്ന് ട്യൂഷനുണ്ട്, എനിക്കത് മാറ്റിവെക്കാൻ കഴിയില്ല, അവർക്ക് പരീക്ഷ വരികയാണെന്ന് തേസോ റിപ്ലൈ കൊടുക്കുന്നു. ഞാൻ വെള്ളിയാഴ്ച 7 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശനിയാഴ്ച ഉച്ചയ്ക്ക് കയറിയാൽ മതിയെന്ന്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ശനിയാഴ്ച കണ്ടാലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ അവന്റെ ശനിയാഴ്ചത്തെ ടൈം ടേബിൾ നോക്കുന്നു. അവൻ ഫൈനൽസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അന്നത്തെ ദിവസം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അവളെ കാണാൻ പോകാൻ വേണ്ടി അവനത് ഒഴിവാക്കുന്നു. എന്നിട്ട് അന്ന് നമുക്ക് കാണാമെന്ന് അവൾക്ക് റിപ്ലൈ നൽകുന്നു. കുറച്ചു കഴിയുമ്പോൾ യൂണിനെ ജെയിംസ് വിളിക്കുന്നു. VIP ലോഞ്ചിൽ ഒരു ഇന്റേണിനെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. ഗസ്റ്റുകളെല്ലാം നിന്റെ വീട്ടിൽ ഓൾറെഡി വന്നിട്ടുള്ളവരാണെന്നും അതുകൊണ്ട് തന്നെ നിനക്ക് ആ ഡിപ്പാർട്ട്മെന്റ് ഈസി ആയിരിക്കുമെന്നും അവൻ അവളോട് പറയുന്നു. 2nd ഫ്ലോറിൽ ടീം ലീഡർ യൂൻജ ഉണ്ട്, അവരെ പോയി ഇപ്പോൾ തന്നെ കാണാൻ അവൻ ആവശ്യപ്പെടുന്നു. അവൾ ആകെ എക്സൈറ്റഡ് ആയി അങ്ങോട്ടേക്ക് പോകുന്നു. അവൾ പരിചയം പുതുക്കുന്നുണ്ടെങ്കിലും ടീം ലീഡർ അവളോട് ശനിയാഴ്ച ഒരു പാർട്ട് ടൈമറെ ആവശ്യമുണ്ട്, അതിന് വരാമോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. അവൾ ഓക്കെ എന്നും പറയുന്നു.
ട്യൂഷൻ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ സാറ്റർഡേ കൂടി ക്ലാസ് എടുക്കാൻ ആ കുട്ടിയുടെ അമ്മ പറയുമ്പോൾ തനിക്ക് അന്ന് രാവിലെ വരാൻ പറ്റില്ല എന്ന് പറയുന്നത് കേട്ട് അവനെ ചീത്ത പറയുന്നു. ട്യൂഷനൊക്കെ കഴിഞ്ഞ് തൻ്റെ സുഹൃത്തിൻ്റെ സ്റ്റഡി സെൻറ്ററിൽ വന്നിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വരികയും അവിടെ അവൾ ബുക്ക് ചെയ്ത് വെച്ചിരുന്ന സ്ഥലത്ത് മറ്റൊരാൾ ഇരിക്കുന്നു എന്നും പറഞ്ഞ് പരാതി പറയുകയും ചെയ്യുന്നുണ്ട്. അസോൾ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. പിന്നീട് അവിടുന്ന് സീൻ കട്ടായി മറ്റൊരു കുട്ടിയെ ട്യൂഷൻ പഠിപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. കുട്ടിയുടെ അമ്മ എക്സാം വരികയാണ്, അതുകൊണ്ട് ശനിയാഴ്ച കൂടി ക്ലാസ് എടുക്കാൻ വരാൻ അവനോട് പറയുമ്പോൾ രാവിലെ എനിക്ക് കഴിയില്ല, വൈകുന്നേരം വരാമെന്ന് അവരോട് പറയുന്നു. അത് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് യൂൺ നമുക്ക് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ശേഷം കണ്ടാലോ എന്ന് അവന് മെസ്സേജ് അയക്കുന്നത്. പെട്ടെന്ന് തന്നെ അവൻ അവരോട് ഞാൻ ശനിയാഴ്ച രാവിലെ ക്ലാസ് എടുക്കാൻ വരാമെന്ന് പറയുന്നു. അവിടെ നിന്ന് ഇറങ്ങി തന്റെ അനിയൻ ഹോസോയെ ഫോൺ വിളിച്ച് അവൻ അങ്ങനെ നടക്കുന്നു. ഞാൻ ട്യൂഷൻ എടുക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അനിയൻ, ചേട്ടാ നിങ്ങൾ നിങ്ങളുടെ കാര്യം കൂടി നോക്കൂ, കഴിഞ്ഞ തവണ പോലും ഫൈനലിന് B ഗ്രേഡ് ആണ് കിട്ടിയത്, ഇങ്ങനെ പോയാൽ സ്കോളർഷിപ്പ് പോലും കിട്ടില്ല, അതുകൊണ്ട് കുറച്ചു സമയം ചേട്ടന് വേണ്ടി കൂടി കണ്ടെത്തണമെന്നും ഞാനിത് പറയണ്ട എന്ന് വെച്ചതാണ്. എന്നാലും മുത്തശ്ശിയുടെ കാൽമുട്ടുവേദന ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ സർജറി വേണ്ടിവരുമെന്നാണ് പറയുന്നതെന്നും മുത്തശ്ശിയുടെ കയ്യിൽ കാശുണ്ട്, പക്ഷെ മുത്തശ്ശി അത് ചിലവാക്കുന്നില്ല, ചേട്ടന്റെ സ്കോളർഷിപ്പ് പോയാലും ചേട്ടന് ചെലവിന് തരാനായിട്ട് കൂട്ടിവെച്ചിരിക്കുകയാണ് ആ കാശ്. മുത്തശ്ശി വരുന്നു എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ തേസോയുടെ കണ്ണുകൾ ആകെ നിറഞ്ഞിരുന്നു. അവന് ജോലി അത്യാവശ്യമായി തോന്നി. തിരിച്ചു വരുമ്പോൾ തന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് യൂൺ ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഫൈനൽസ് കഴിഞ്ഞ് ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ തിരിച്ചൊരു റിപ്ലൈ നൽകുന്നു. അവൻ ബസ്സിലിരുന്നും നടക്കുമ്പോഴും എല്ലാം പഠിക്കുകയും മറ്റു സമയങ്ങളിൽ ട്യൂഷൻ എടുക്കാൻ പോവുകയും ചെയ്തു. ഇതേ സമയം യൂണിനും ഹോട്ടലിലെ കാര്യങ്ങൾ അവൾ പതിയെ പതിയെ പഠിക്കുകയും ഗസ്റ്റുമായി മിങ്കിൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഫൈനൽ എക്സാം കഴിഞ്ഞു പോകുമ്പോൾ സാർ വെക്കേഷന് ലാബിൽ ഉണ്ടാവണമെന്ന് അവനോട് പറയുന്നു. അവൻ കാത്തിരുന്ന് അവൻ അവളെ കാണാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഔട്ട്സൈഡേഴ്സിനെ ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യാൻ പാടില്ല, 2:30 തൊട്ട് ഒരു അരമണിക്കൂർ ഞാൻ ഫ്രീ ആകും, ഞാൻ പെട്ടെന്ന് പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് നിന്നെ കാണാൻ വരാമെന്ന് അവൾ മെസ്സേജ് അയക്കുന്നു. പിന്നീട് ഹോട്ടലിൽ ടീം ലീഡർ 2 സ്റ്റാഫിനെ കൊണ്ട് വെൽക്കം കാർഡ് ഉണ്ടാക്കുന്നത് അതുവഴി പോയ യൂണിനെയും അതുപോലെ ചെയ്യാൻ അവർ വിളിക്കുന്നു. അവൾ തനിക്ക് എഴുതാൻ അറിയില്ല, വരയ്ക്കാൻ അറിയാമെന്ന് പറഞ്ഞ് മിനിറ്റുകൾ കൊണ്ട് ഒരു കോണിന്റെ പടം വരയ്ക്കുന്നു. പെട്ടെന്ന് അവൾ സമയം നോക്കുമ്പോൾ 2:30 ആയിരിക്കുന്നു. അരമണിക്കൂറിൽ വരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും യൂണിഫോമിൽ തന്നെ പുറത്തേക്ക് പോകുന്നു. അവിടെ അവളെയും കാത്ത് കടലിലേക്ക് നോക്കി തേസോ നിൽക്കുന്നുണ്ടായിരുന്നു. ഔട്ട്സൈഡേഴ്സിനോട് സംസാരിച്ചുകൂടാത്തത് കൊണ്ട് അവർ ഫോണിലൂടെ പരസ്പരം മെസ്സേജ് അയച്ച് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ഡ്രസ്സ് മാറാൻ സമയം കിട്ടിയില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് അവൾ പറയുമ്പോൾ സാരമില്ല, സെം ബ്രേക്ക് ആകുമ്പോൾ ഞാൻ ഗ്രാമത്തിൽ തന്നെ ഉണ്ടാകും, അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ എന്ന് അവൻ മെസ്സേജ് അയക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജെയിംസ് വന്നതും അവളെ വിളിക്കുന്നതും. അവളെ അവൻ ശകാരിക്കാൻ വരുന്നതാണെന്ന് മനസ്സിലാക്കിയ തേസോ പെട്ടെന്ന് അങ്ങോട്ട് വന്ന് എങ്ങോട്ടാണ് എക്സിറ്റ് എന്ന് ചോദിക്കുകയും അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അവൻ വല്ലാതെ വിഷമിച്ച് ഒന്ന് നേരവണ്ണം സംസാരിക്കാൻ പോലും കഴിയാതെ നിരാശയിൽ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു. തിരികെ ജെയിംസിനൊപ്പം പോകുന്ന യൂണിന്റെ മനസ്സ് വല്ലാതെയായി. അവൾ തിരികെ താഴേക്ക് ഓടിപ്പോകുന്നു. ജെയിംസ് പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ടെങ്കിലും അവളത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. തേസോ സോറി എന്ന് വിളിച്ച് അങ്ങോട്ടേക്ക് ഓടി വരുമ്പോൾ അത് സാരമില്ല എന്നവൻ തലയാട്ടുന്നു. അവർ പരസ്പരം റോഡിന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് തമ്മിൽ നോക്കുന്നു. പിന്നീട് ലാബിൽ സാറിനൊപ്പം സംസാരിക്കുന്ന അവൻ, ഞാനിനി മേജർ ഒന്നും എടുക്കുന്നില്ല, ഇപ്പോൾ എനിക്കൊരു ജോലിയാണ് ആവശ്യമെന്ന് പറയുമ്പോൾ ഒന്നുകൂടി ചിന്തിച്ചിട്ട് പോരെ എന്ന് സാർ ചോദിക്കുന്നു. ഇല്ല, എനിക്കിപ്പോൾ ഇതാണ് എനിക്ക് ശരിയെന്ന് തോന്നുന്നു, ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും സാറിനോട് പറയുന്നു. ശേഷം സ്ക്രീനിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനായി വീട്ടിൽ നിന്നും മാറി നിൽക്കാനായി പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്ന യൂണിനെയും അതൊക്കെ വിഷമത്തോടെ നോക്കി നിൽക്കുന്ന അവളുടെ അച്ഛനെയും കാണിക്കുന്നു. പിന്നീട് സോഹ്യുൻ യൂണിന്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ അച്ഛനെ നല്ലോണം നോക്കണമെന്നും ഉപേക്ഷിച്ച് പോകരുതെന്നും അവരോട് അവൾ പറയാൻ മറക്കുന്നില്ല. അങ്ങനെ അവൾ ഹോട്ടലിൽ എത്തുന്നു. ജെയിംസ് അവൾക്ക് മുറി കാണിച്ചു കൊടുക്കുന്നു. അവൾ അങ്ങനെ റൂമിൽ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുമ്പോൾ ജെയിംസിന്റെ മെസ്സേജ് കണ്ടവൾ അത് തുറന്നു നോക്കുന്നു. അടുത്ത വർഷം പുറത്ത് നല്ലൊരു ജോബ് ഓഫർ വന്നിട്ടുണ്ടെന്നും ഇവിടെ നല്ലോണം പെർഫോം ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അങ്ങോട്ട് പോകാമെന്നും അതിലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ യൂൺ അവളുടെ അച്ഛന് സുഖമില്ലാത്തത് കാരണം അവൾ എപ്പോഴും അച്ഛനെ ചുറ്റിപ്പറ്റിയാണ് നിന്നത്. എന്നാൽ അവൾക്ക് അച്ഛന് സുഖം പ്രാപിച്ചാൽ അവൾക്ക് വേണ്ടി ജീവിക്കണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഈ മെസ്സേജ് അവളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. സമ്മർ ബ്രേക്കിന് ഗ്രാമത്തിലേക്ക് പോകുന്ന തേസോ, ഞാൻ 2 മണിക്ക് എത്തും, നിന്നെ എപ്പോഴാ കാണാൻ കഴിയുക എന്ന് അവൾക്ക് മെസ്സേജ് ഇടുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന തേസോ, മുത്തച്ഛൻ മഴ വരുമ്പോൾ മേൽക്കൂര ചോർന്നൊലിക്കും, അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ശരിയാക്കണമെന്ന് പറയുമ്പോൾ അടുത്തുള്ള തടിപ്പണിക്കാരന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്.
തിരികെ വരുന്നേരവും അവൻ യൂണിന്റെ റിപ്ലൈ ഉണ്ടോ എന്ന് നോക്കാൻ മറക്കുന്നില്ല. യൂനാണെങ്കിൽ വെൽക്കം കാർഡിനുള്ള ചിത്രങ്ങൾ വരയ്ക്കുകയായിരുന്നു. ഇത്തവണ വരയ്ക്കാനും എഴുതാനുമുണ്ട്. എഴുതുന്ന കാര്യം എനിക്ക് കുറച്ചൊന്ന് പാടാണ്, അതുകൊണ്ട് ഞാൻ സെലക്ട് ആകുമോ എന്ന് ഡൗട്ടാണെന്നും റൂംമേറ്റിനോട് അവൾ പറയുന്നു. എനിക്കിത്തവണ എന്തായാലും ജയിക്കണമെന്ന് അവൾ മനസ്സിൽ പറഞ്ഞ് കോറിഡോറിൽ ഒരു ബെഞ്ചിലിരിക്കുമ്പോഴാണ് ഫോൺ എടുത്ത് നോക്കുന്നത്. അതിലവന്റെ മെസ്സേജ് കണ്ട് ഇരിക്കുമ്പോൾ തന്നെ തേസോ അവളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. ഞാനിവിടെ വീട്ടിലുണ്ട്, നീ എപ്പോഴാ എത്തുക എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡോമിലാണെന്നും നിന്നോട് പറയാനിരിക്കുകയായിരുന്നു, പക്ഷെ തിരക്കിൽ വിട്ടുപോയതാണെന്നും അവൾ പറയുന്നു. നിനക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് അവളോട് അവൻ ചോദിക്കുമ്പോൾ ജെയിംസ് അതുവഴി പോകുന്നത് അവൾ കാണുകയും ഇന്ന് കാണാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ നാളെ വരാമെന്ന് പറയുന്നു. നാളെയും എനിക്ക് പറ്റില്ല എന്ന മറുപടി കേട്ട് നീ എന്നാണ് വീട്ടിലേക്ക് വരിക എന്ന് ചോദിക്കുമ്പോൾ ഞാനിനി ഇവിടെയാണ് താമസിക്കുന്നതെന്ന് അവൾ പറയുന്നു. എങ്കിൽ സാരമില്ല, ഞാനിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും സിയോളിലേക്ക് പോകും, അത് കഴിഞ്ഞ് നമുക്ക് കാണാമെന്ന് പറയുമ്പോൾ അവൾ അത് വേണ്ട, നമ്മുടെ ഷെഡ്യൂൾസ് തമ്മിൽ മാച്ചാക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് ഈ സമയമെല്ലാം പ്രഷ്യസ് ആണ്, എനിക്കത് മറ്റൊന്നിനു വേണ്ടിയും പാഴാക്കാൻ സമയമില്ല. എനിക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിക്കുന്നത്. നീയും നിനക്കായി സമയം കണ്ടെത്ത്, നമുക്ക് വേണ്ടി ഇനിയും സമയം പാഴാക്കാൻ നിൽക്കണ്ട എന്ന് യൂൺ പറയുമ്പോൾ നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, നീ പറഞ്ഞതുപോലെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്ത് പൊട്ടിക്കരയുന്നു. അവൾ വരച്ച വെൽക്കം കാർഡ് ടീം ലീഡറിന് കൊണ്ട് കൊടുക്കുന്നു. അവർക്ക് എല്ലാവർക്കും ആ ചിത്രം വളരെയധികം ഇഷ്ടപ്പെടുകയും അവൾ സെലക്ട് ആവുകയും ചെയ്യുന്നു. അവൾക്കും ആ വേർപിരിയൽ ഒട്ടും സഹിക്കാനാകുന്നില്ല. എന്നാലും ഇപ്പോൾ 2 പേർക്കും നല്ലത് ഇതാണെന്ന് കരുതിയാണ് അവൾ ആ തീരുമാനം എടുക്കുന്നത്. പിന്നീട് ഒരു വിന്റർ സീസണിൽ തേസോയെ യാത്ര അയക്കുന്ന അനിയനെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണിക്കുന്നു. ആ മഞ്ഞു വീണ വഴിയിലൂടെ അവൻ നടക്കുമ്പോൾ യൂണിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കൂടി ആലോചിക്കാൻ ഇഷ്ടമില്ലാതെ എന്നെ ഭാവി മുന്നിൽ കാണാൻ പഠിപ്പിച്ചത് നീയാണ്. ഞാൻ എന്തു ചെയ്യണമെന്നും ഞാൻ എവിടെ ആയിരിക്കണമെന്നും എന്റെ മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടാക്കിയതും നീയാണ്. പക്ഷേ ഇന്ന് നീയില്ലാതെ എനിക്ക് എന്റെ ലൈഫിനെ പറ്റി ഒരു ക്യൂരിയോസിറ്റിയും തോന്നുന്നില്ല എന്നും പറഞ്ഞ് ഇവരുടെ പഴയ മെമ്മറീസ് ഓർക്കുന്നത് കാണിച്ച് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത എപ്പിസോഡുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.